എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവ് അരുളി ചെയ്യും. ഇതിൻ്റെ അർത്ഥം പ്രവൃത്തികൾ രക്ഷയ്ക്ക് കാരണമാണ് എന്നല്ല. അത് എങ്ങനെ അറിയാം? ഇവിടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നത് രക്ഷയ്ക്ക് കാരണമാകുന്ന സൽപ്രവൃത്തികളാണ് എന്ന് പ്രവൃത്തികളാൽ രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുന്ന അനേകർ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 29-ാം വാക്യത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നു. മറ്റൊരു വേദഭാഗത്ത്, അതായത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ, പുത്രനെ നോക്കിക്കൊണ്ട് അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നും കർത്താവ് പറയുന്നു. നാം ഇവ രണ്ടും ചേർത്ത് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യം, കർത്താവേ കർത്താവേ എന്ന് അവർ വിളിക്കുന്നത് അവർ ചെയ്തിരുന്ന പ്രാർത്ഥനയും മറ്റ് മതപരമായ ചടങ്ങുകളെയും സൂചിപ്പിക്കുന്നു എന്നാണ്. വെറും പുറമേയുള്ള ഈ ആചാരങ്ങളൊന്നും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ആരെയും യോഗ്യരാക്കുന്നില്ല. യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്താൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ അവനെ കർത്താവായി കൈക്കൊള്ളുക എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെ ചെയ്യുന്നവർ ആരാണ് എന്ന് അവർ കർത്താവിനെ അനുസരിക്കുന്ന അവരുടെ വിശുദ്ധിയും വേർപാടും സൽപ്രവൃത്തികളും നിറഞ്ഞ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെടുന്നു എന്ന് മാത്രം. അല്ലാതെ യാതൊരു സൽപ്രവൃത്തിയും രക്ഷയ്ക്ക് കാരണമല്ല. ഇത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും നാം വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. മത്തായി 7-ന്റെ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ കർത്താവ് പറയുന്ന ആ നാളിൽ എന്നത് അന്ത്യന്യായവിധി ദിവസത്തെക്കുറിച്ചാണ്. ആ വിധി ദിവസത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടിരുന്ന അനേകർ കർത്താവിനുള്ളവർ ആയിരുന്നില്ല എന്ന് വെളിപ്പെടും എന്ന ഒരു ഭയാനക സത്യം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നു. ബാഹ്യമായി യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് തോന്നുന്ന വിധം അടയാളങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ആ അനേകർ സത്യത്തിൽ സ്വന്തം ഹൃദയം കൊണ്ട് കർത്താവിനെ അറിയുകയോ കർത്താവ് അവരെ അറിയുകയോ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അവർ മതപരമായി ക്രിസ്തീയ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നവരാണ് എങ്കിലും ഉള്ളുകൊണ്ട് അവർ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല. അങ്ങനെ അവർ നിത്യജീവനിലേക്ക് കടന്നിട്ടില്ല എന്നും വ്യക്തമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. മാത്രമല്ല, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നോക്കുന്നത് നമ്മുടെ ഹൃദയം, ഉദ്ദേശങ്ങൾ, അനുസരണം എന്നിവയിലേക്കാണ്, കേവലം ബാഹ്യമായ ആചാര പ്രകടനങ്ങളിലല്ല. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 2 തരത്തിൽ വീട് പണിത 2 മനുഷ്യരുടെ ഉപമയിലൂടെ കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ബുദ്ധിമാനായ മനുഷ്യൻ എന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ കേട്ട് അവ അനുഷ്ഠിക്കുന്നവനെ പ്രതിനിധീകരിക്കുന്നു. പാറമേൽ വീട് പണിയുന്നത് ഒരുവൻ്റെ ദൃഢമായ വിശ്വാസത്തെയും ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള അനുസരണത്തെയും പ്രതിനിധീകരിക്കുന്നു. മണലിൽ വീട് പണിത മനുഷ്യൻ എന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ കേട്ടിട്ടും അവ അനുസരിക്കാത്തവനെ പ്രതിനിധീകരിക്കുന്നു. മണലിൽ വീട് പണിയുന്ന കാര്യം ഒരുവന്റെ അസ്ഥിരമായ വിശ്വാസത്തെയും അശ്രദ്ധയെയും സൂചിപ്പിക്കുന്നു. വൻ മഴയും പ്രളയവും കാറ്റുമൊക്കെ
ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഈ ഉപമയിൽ രണ്ടുപേരുടെയും വീടുകൾ സമാനമായ പ്രക്ഷോഭങ്ങൾ നേരിടുന്നു എന്ന് നാം കാണുന്നു. എന്നാൽ ഒടുവിൽ എന്ത് സംഭവിക്കുന്നു എന്നത് അവരവരുടെ വീടിൻ്റെ അടിസ്ഥാനം എന്തുകൊണ്ട് പണിതിരിക്കുന്നു എന്നതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാറമേൽ പണിത വീട് ഉറച്ചു നിൽക്കുന്നു, എന്നാൽ മണലിൽ പണിത വീട് തകർന്നു വീഴുന്നു എന്ന് നാം കാണുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയിക്കപ്പെടുന്ന ജീവിതം ഉറച്ചതും ദൃഢവുമായിരിക്കും. വചനത്തോട് അനുസരണമില്ലാത്ത ജീവിതം തകർച്ചയിലേക്ക് നയിക്കപ്പെടും എന്നും ലളിതമായ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. 28-29 വാക്യങ്ങളിൽ ഈ ഗിരിപ്രഭാഷണം കേട്ട ജനക്കൂട്ടം കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. കർത്താവ് കേവലം ഒരു വേദജ്ഞാനിയെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെ ഉപദേശിച്ചു എന്ന് മത്തായി രേഖപ്പെടുത്തുന്നു. മലയിൽ ഇരുന്നു കൊണ്ട് സാധാരണ ജനങ്ങളെ പഠിപ്പിച്ച യേശു ക്രിസ്തു കേവലം ഒരു പ്രവാചകനോ ഒരു അപ്പോസ്തലനോ മാത്രമല്ല, ഏറ്റവും അധികാരമുള്ള ദൈവപുത്രൻ തന്നെയാണ് എന്ന വസ്തുത മത്തായി സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.